വിചിത്രമാവ് ഒരിടത്തൊരിടത്ത്, അതായത് താമരക്കുളം എന്ന സ്ഥലത്ത് ഒരു മധ്യവേനൽ അവധിക്കാലം. ഇന്നത്തെ പോലെ ഫ്ലാറ്റ് സംസ്കാരമല്ലാത്ത പഴയകാലം. ആ ഗ്രാമത്തിൽ ഒരു പുഴയുണ്ട്. അതിൻ്റെ കരയിൽ കുട്ടികൾക്ക് ഓടിച്ചാടി നടക്കാൻ പറ്റിയ വിശാലമായ പറമ്പും. ആ പറമ്പിൽ നിൽക്കുന്ന ഒരു വലിയ മാവ്, അതാണ് വിചിത്രമാവ്. പതിവ് പോലെ അന്നും കുട്ടികളെല്ലാം മാവിൻ ചുവട്ടിൽ ഒത്തുകൂടി. ദിവസവും 10-12 പേര് ഉണ്ടാകാറുണ്ട്. അന്ന് 8 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിയും കോലും കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അതിനു മുമ്പ് അതിലൊരുത്തൻ മൂത്തു പഴുത്തു കിടക്കുന്ന മാമ്പഴം നോക്കി ഇങ്ങനെ പാടി: ചക്കരമാവേ ചക്കരമാവേ, രാവിലെ ഞങ്ങളിങ്ങനെത്തി, ചപ്പി കുടിക്കാനും ദാഹമകറ്റാനും മാമ്പഴം ഞങ്ങൾക്ക് തന്നാട്ടെ, 8 മാമ്പഴം ഞങ്ങൾക്ക് തന്നാട്ടെ. അവൻ പാടിയ പാട്ട് മറ്റുള്ളവരും പാടി. പാട്ട് കേട്ട മാവ് പതിയെ ആടാൻ തുടങ്ങി. കുട്ടികൾ കൈകൊട്ടി ചിരിച്ചു നിൽക്കുമ്പോൾ അതാ വീഴുന്നു 8 പഴുത്ത മാമ്പഴം. എത്ര പഴുത്താലും എത്ര കാറ്റടിച്ചാലും ആ മാവിൽ നിന്ന് ഒരു മാങ്ങ പോലും താഴെ വീഴാറില്ല. കുട്ടികളുടെ എണ്ണം മാവിനറിയാം. അതുകൊണ്ട് കുട്ടികളുടെ എണ്ണത്തിനുള്ളതേ താഴെ വീഴും. 8 പേർ 10 ആവശ്യപ്പെട്ടാൽ ഒന്നും വീഴില്ല. അത് കുട്ടികൾക്കും അറിയാം. വിചിത്രമാവിനെ പറ്റിക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. 8 കുട്ടികളും ഓരോ മാമ്പഴമെടുത്ത് ചപ്പി കുടിച്ചതിന് ശേഷം കളിയിൽ മുഴുകി. അപ്പോഴതാ 3 മല്ലന്മാർ വരുന്നു. മാവിനെ ലക്ഷ്യമാക്കിയാണ് അവരുടെ വരവ്. മാവിൻ്റെ അടിയിൽ കയറും കത്തികളും വെച്ചതിന് ശേഷം അവരവിടെയൊക്കെ പരിശോധിച്ചു. കുഴപ്പമില്ല. പറമ്പിൻ്റെ നടുക്കായതുകൊണ്ട് അങ്ങോട്ട് വേണമെങ്കിലും മുറിച്ചിടാം. അപ്പോൾ പണി വളരെ എളുപ്പമായി. അത് ശരിയാണ്. ആദ്യം ചില്ലകൾ ഇറക്കാം, പിന്നീട് ഒറ്റത്തടിയായി വെട്ടിവീഴ്ത്താം, മറ്റൊരാൾ പറഞ്ഞു. മൂന്നാമൻ അത് 2 ശരിവച്ചു. അവരുടെ 3 പേരുടെയും സംസാരം ശ്രദ്ധിച്ച കുട്ടികൾക്ക് കാര്യം മനസ്സിലായി. തങ്ങളുടെ പ്രിയപ്പെട്ട വിചിത്രമാവിനെ ഈ ദുഷ്ടന്മാർ മുറിച്ചിടാൻ പോവുകയാണ്. അവരുടെ മനസ്സ് വേദനിച്ചു. എന്തു ചെയ്യും? ഇവരിൽ നിന്ന് മാവിനെ എങ്ങനെ രക്ഷിക്കും? മാവ് മുറിക്കരുതെന്ന് പറഞ്ഞാൽ ആ ദുഷ്ടന്മാർ അനുസരിക്കില്ല. അതിൻ്റെ ഉടമസ്ഥയിൽ നിന്ന് അവർ പണം വിലയ്ക്ക് വാങ്ങിയിരിക്കും. മുറിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉപായം കണ്ടുപിടിക്കണം. കുട്ടികളെല്ലാവരും കൂടിയിരുന്ന് തലപുൽക്കുഞ്ഞ് ആലോചിച്ചു. ഒടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തി. അവരെല്ലാം ചേർന്ന് മാവ് മുറിക്കാൻ വന്നവരോട് പറഞ്ഞു: നിങ്ങൾ ഈ മാവിനെ എന്ത് ചെയ്യാൻ പോവുക? ഞങ്ങൾ ഈ മാവ് വിലയ്ക്ക് വാങ്ങി, ഇത് മുറിക്കാൻ വന്നതാണ്. കുട്ടികൾ പരസ്പരം നോക്കിയിട്ട് സ്നേഹത്തോടെ പറഞ്ഞു: ചേട്ടന്മാരെ, ഈ മാവ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സാധാരണ മാവല്ല. ഇതൊരു വിചിത്ര മാവാണ്. ഈ മാവ് മുറിച്ചാൽ അതിന്മേലുള്ള യക്ഷി നിങ്ങളെ 3 പേരെയും കൊല്ലും. അതുകൊണ്ട് ദയവായി ഇത് മുറിക്കാതെ നിങ്ങൾ തിരിച്ചു പോകണം. കുട്ടികളുടെ വാക്കുകൾ കേട്ടപ്പോൾ മല്ലന്മാർ പൊട്ടിച്ചിരിച്ചു. മക്കളെ, ഈ സൂത്രമൊന്നും ഞങ്ങളുടെ അടുക്ക് വേണ്ട. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം മുറിക്കാൻ. ഒരു യക്ഷിക്കഥയും കൊണ്ട് വന്നിരിക്കുന്നു. അവർ മാവ് മുറിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഈ സമയം കുട്ടികൾ മാവിനെ നോക്കി ഉച്ചത്തിൽ പാടി: ചക്കരമാവിൻ്റെ കൊമ്പിലിരിക്കുന്ന ചോര കണ്ണുള്ള യക്ഷിയമ്മയെ, ഒന്നും അറിയാത്ത പാവങ്ങൾക്കിപ്പോൾ നീ 3 മാമ്പഴം നൽകിയിടണേ. കുട്ടികളുടെ പാട്ട് കേട്ട മാവ് പതിയെ ഒന്ന് ആടി. അപ്പോൾ കൃത്യം 3 മാമ്പഴം അവരുടെ മുന്നിലേക്ക് വീണു. അത് കണ്ട മാവ് മുറിക്കാൻ വന്നവർ അത്ഭുതപ്പെട്ടു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു: കണ്ടല്ലോ, യക്ഷിയമ്മ നിങ്ങളോട് പൊറുത്തിരിക്കുന്നു. ഈ മാമ്പഴം തിന്നിട്ട് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപത്താണ്, പറഞ്ഞേക്കാം. മാമ്പഴം തട്ടിക്കളഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു: പേടിപ്പിക്കാതെ കുട്ടികളെ. ഇതുപോലുള്ള എത്ര കഥകൾ ഞങ്ങൾ കേട്ടിരിക്കുന്നു. നിങ്ങൾ വേഗം സ്ഥലം വിട്ടോ, ഞങ്ങൾ പണി തുടങ്ങട്ടെ. കുട്ടികൾ ഉച്ചത്തിൽ വീണ്ടും പാടി: ചക്കരമാവിൻ്റെ കൊമ്പിലിരിക്കുന്ന ചോരക്കണ്ണുള്ള യക്ഷിയമ്മയെ മാവ് വെട്ടിടുവാൻ വന്നവർ കാണുമ്പോൾ മൊഴിയടിച്ചാട്ടുകാണി. മല്ലന്മാർ നോക്കി നിൽക്കെ മാവ് ആടാൻ തുടങ്ങി. ആ പരിസരത്തുള്ള മറ്റു വൃക്ഷങ്ങളൊന്നും അനങ്ങുന്ന പോലും ഉണ്ടായില്ല. പക്ഷേ വിചിത്രമാണ് മാവ്. ആടി ഉദയാണ്. മാത്രമല്ല വല്ലാത്തൊരു ശബ്ദവും. മാവ് മുറിക്കാൻ വന്നവർ ഈ അത്ഭുത കാഴ്ച കണ്ട് പേടിച്ചു വിറച്ചുപോയി. ധൃതിയിൽ കയറും കത്തിയും വാരിയെടുത്ത് അവൻ ജീവനം കൊണ്ട് ഓടി. ആ രംഗത്തിന് സാക്ഷിയായ കുട്ടികൾ മാവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ചു. അന്നവർക്ക് പ്രത്യേക സമ്മാനമായി 8 മാമ്പഴം കൂടി നൽകി മാവ് നന്ദി പ്രകടിപ്പിച്ചു.